Good morning, day traders. Welcome back to another video of pre-market analysis. നമുക്ക് നമ്മുടെ ഇന്നത്തെ ട്രേഡ് പ്ലാനും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞ ട്രേഡ് പ്ലാനും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആയോ, ഇന്നലെ പറഞ്ഞ കീ ലെവൽസ് ഒക്കെ മാർക്കറ്റിൽ എത്രത്തോളം വർക്കൗട്ട് ആയി എന്നൊക്കെ നോക്കിയിട്ട് ഇന്നത്തെ നമുക്ക് പോവാം. ഓക്കെ, നമ്മൾ ഇന്നലെ യൂറോസ്റ്റിൽ പറഞ്ഞ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുള്ളിഷ് ആയിരുന്നു. and വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് വെച്ചാൽ മാർക്കറ്റ് ഓൾറെഡി ഒരു നല്ലൊരു ബൈമോനെ തന്നു നിൽക്കണമായിരുന്നു. സോ അവിടെ ബെയറിഷ് ആവണേലൊരു ലോജിക്ക് ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ടിൽ ദിസ് മൊമെന്റ് ഞാൻ പറയാനാണെന്നുണ്ടെങ്കിൽ ബുള്ളിഷ് തന്നെയായിരുന്നു ഇന്നലെ നമുക്ക് കിട്ടിയ വ്യൂ. ഇന്നലെ ആക്ച്വലി ഒരു ബൈ ട്രേഡ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഒരു FEG, ഈ കാണുന്ന ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇന്നലെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ മാർക്കറ്റ് ഏകദേശം ഈ ഒരു ഏരിയയിലായിരുന്നു. ആ മാർക്കറ്റ് ഏകദേശം ലണ്ടൻ്റെ കിൽ സോൺ സ്റ്റാർട്ട് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നമ്മൾ ഇന്നലെ പറഞ്ഞ ഈ ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഈ ഒരു അപ്പ് മൊമെന്റ് തന്നേക്കണത്. അപ്പോൾ ഇന്നലത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് കാണാത്തവർ അത് കാണുക. അതിൻ്റെ അകത്ത് ഞാൻ ഈ കാര്യം എന്തുകൊണ്ട് ഇതെടുത്തു, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്നലത്തെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ നമ്മൾ യൂറോസ്റ്റിയുടെ വ്യൂ കറക്റ്റ് ആയിരുന്നു. ഇന്നലെ പറഞ്ഞ ആ കീ ലെവൽ യൂറോസ്റ്റിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഓക്കെ, സോ വാട്ട്സ് നെക്സ്റ്റ്? അടുത്തതായിട്ട് ഞാൻ യൂറോസ്റ്റിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് ഇന്നത്തേക്ക് ഇൻട്രാഡേ ബേസിസിൽ ഒരു ബെയറിഷ് മൊമെന്റ് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്കുള്ള ഒരു ജേർണി ആയിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. സോ ഇന്ന് ലണ്ടനിൽ ഒരു ഷോർട്ട് എൻട്രീസ് ഒക്കെ ആയിരിക്കും ഞാൻ യൂറോസ്റ്റിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. കുറച്ചുകൂടെ കൂടുതൽ കൺഫർമേഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ യൂറോസ്റ്റി ഷോർട്ട് ചെയ്യാം ടിൽ ദിസ് ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ ഒരു ഓറഞ്ച് കളർ കാണുന്ന ഈ ഒരു ഏരിയ ഉണ്ട്, ഇതൊരു നല്ലൊരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതായത് ബയേഴ്സ് സ്റ്റെപ്പിനാവാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. സോ ഈ ഏരിയ എത്ര വരെ ഞാൻ എന്തായാലും ബെയറിഷ് ആണ്. എന്തായാലും ഇവിടെ എത്തിയതിന് ശേഷം ബയേഴ്സ് കിക്കിനാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂറോസ്ഡി ബൈ ചെയ്യാവുന്നതാണ്. ഇതാണ് എൻ്റെ യൂറോസ്ഡിയിലേക്കുള്ള ഇന്നത്തെ ട്രേഡ് പ്ലാൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡോളറിൽ പറയാനാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ വ്യൂ ഒരു ന്യൂട്രൽ വ്യൂ ആയിരുന്നു പറഞ്ഞത്. അതായത് ഓൾറെഡി ഒരു സെൽസ് ലിക്വിഡിറ്റി മാർക്കറ്റ് വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞ പോലെ തന്നെ എടുത്തിട്ടുണ്ട്. സോ ഇന്നലെ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ ഒരു ക്ലിയർ വ്യൂ ഡോളർ തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സെൽസ് ലിക്വിഡിറ്റി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു ബൈങ് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. സോ ഇവിടെ ഇന്നലെ ഒരു ബൈങ് നടന്നിട്ടുണ്ടായി. അതിൻ്റെ റിസൾട്ട് ആയിട്ടാണ് ഇന്നലെ ന്യൂയോർക്ക് ടൈമിൽ യൂറോസ്റ്റിയിൽ ചെറിയൊരു ഷോർട്ട് സെല്ലിങ് നടന്നേക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തേക്ക് ഇപ്പോൾ ഒരു ക്ലിയർ വ്യൂ ഡോളറിൽ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിൽ ദിസ് മൊമെന്റ് ഡോളർ ഇപ്പോഴും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബയാസ് തരുന്നില്ല. പ്രൈസ് ആക്ഷൻ അത്ര പക്കയല്ല യൂറോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഡോളർ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള തന്നെയാണ് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്. അതായത് യൂറോയിൽ നമുക്ക് ഓൾറെഡി ഒരു ബെയറിഷ്നെസ് കിട്ടിയിട്ടുണ്ട്. ഡോളറിലാണെങ്കിൽ അത്ര ബെയറിഷ് ആവാൻ മാത്രം റീസൺ ഇല്ല, ചെറിയൊരു ബുള്ളിഷ്നെസ് ഇവിടെ കാണുന്നുണ്ട്. സോ വരുന്ന മണിക്കൂറുകളിൽ ഡോളർ മേ ബി കുറച്ചുകൂടെ കയറുമായിരിക്കും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂറോസ്ഡി ഇൻട്രാഡേ ബേസിസ് ഷോർട്ട് ചെയ്യാം. എവിടം വരെ ആ പറഞ്ഞ ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത ഒരു ഓറഞ്ച് ഏരിയ, അവിടം വരെ യൂറോസ്ഡി ഷോർട്ട് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ പേഴ്സണൽ ട്രേഡ് പ്ലാൻ. സോ ഫൈനലി ഗോൾഡിലെ സിറ്റുവേഷൻ പറയാനാണെന്നുണ്ടെങ്കിൽ ഗോൾഡിൽ നമ്മൾ പറഞ്ഞ വ്യൂ ബുള്ളിഷ് ആയിരുന്നു. കാരണം ഇന്നലെ ബെയറിഷ് ആവാൻ മാത്രം റീസൺ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ബയേഴ്സ് സ്റ്റെപ്പിനാവാൻ ചാൻസ് ഉള്ള ഈ ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് പറഞ്ഞു വെച്ചത്. അവിടെ മാർക്കറ്റ് ഇന്നലെ വന്നു. ഇന്നലെ നമ്മൾ ഗിൽസോണിൻ്റെ ടൈമിൽ നമുക്ക് നല്ലൊരു മൊമെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ബുള്ളിഷ് മൊമെന്റും കഴിഞ്ഞു. ഇന്നലത്തെ ഏഷ്യൻ ഹൈയും കൂടെ ആ ഒരു ഏഷ്യൻ റേഞ്ച് ഇവിടെ സ്വീപ്പ് ചെയ്തു. അതിൻ്റെ ഹൈ സ്വീപ്പ് ചെയ്തിട്ടാണ് ഈ കാരണം ഫോൾ ഉണ്ടായേക്കണത്. സോ ഇന്നലെ പറഞ്ഞ പകുതി വ്യൂ കറക്റ്റ് ആയിരുന്നു. ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ബയേഴ്സ് ഇവിടെ സ്ട്രഗിൾ ചെയ്യാനാണ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട്. സോ എൻ്റെ ഒരു പേഴ്സണൽ ആൻറ്റിസിപ്പേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രാഡേ ബേസിസിൽ ഞാൻ ഗോൾഡിൽ ഷോർട്ട്സ് ആണ് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ നമുക്ക് കാണാം. ഈ ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഗോൾഡ് എത്തണ വരെ ഗോൾഡിൽ ബെയറിഷ്നെസ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് എൻ്റെ പേഴ്സണൽ ആൻറ്റിസിപ്പേഷൻ. അൺലെസ് ഇവിടെ ഈ ഒരു ഏരിയ സ്വീപ്പ് ചെയ്തുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് പോസിബിലിറ്റി കാണാം. ആ ഏരിയയിൽ സ്വീപ്പോ അല്ലെങ്കിൽ അവിടെ ഒരു ഡൈവർജൻസോ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. കാരണം ഓൾറെഡി നല്ല ബുള്ളിഷിന് നിൽക്കാനാണ് മാർക്കറ്റ്. അപ്പോൾ ഡൈവർജൻസ് വന്നു കഴിഞ്ഞാലും ഗോൾഡിനെ പുഷ് ചെയ്യും. ഈ കാണുന്ന ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് ഗോൾഡ് വരാതിരിക്കാനും അത് ഒരു കാരണമാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗോൾഡിലെ പ്ലാന്. ആൻഡ് സോ ഓവറോൾ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലോട്ട് ചെയ്ത കീ സോൺസ് ഉണ്ടല്ലോ, ആ കീ സോൺസിന്റെ ബേസിൽ പറയാനാണെങ്കിൽ യൂറോസ്റ്റി ആ കീ സോൺ എത്തുന്നത് വരെ ബെയറിഷ് ആയിരിക്കും. കീ സോൺ എത്തി അവിടെ സ്ട്രക്ചർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യൂറോസ്റ്റി ബൈ ചെയ്യാം. ഡോളറിലാണെന്നുണ്ടെങ്കിലും ഏകദേശം അതേപോലെ തന്നെ, അതായത് ഇൻട്രാഡേ ബേസിസിൽ ഒരു ബൈയിങ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഓവറോൾ ഡോളർ ഷോർട്ട് തന്നെയാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്. ആൻഡ് ഫൈനലി ഗോൾഡിന്റെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഓവറോൾ ബുള്ളിഷ് ആണ് വ്യൂ എങ്കിലും ഇൻട്രാഡേ ബേസിസിൽ ബെയറിഷ് ആയിട്ടുള്ള കൺഫർമേഷൻസ് നമുക്ക് ഇപ്പോൾ ഗോൾഡിൽ നമുക്ക്
കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ സ്ഥിരമായിട്ട് നമ്മൾ നോക്കുന്ന 3 കറൻസി ബേസിലെ എൻ്റെ പേഴ്സണൽ വ്യൂ. ആൻഡ് നെക്സ്റ്റ് ഇന്ന് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് സെപ്റ്റംബർ 18th ആണ്. സെപ്റ്റംബർ 18th ന്യൂയോർക്ക് ടൈം 2 മണിക്ക് GBPയിൽ CPI ഉണ്ട്. GBP അധികം നോക്കാത്തൊരു പേരായതുകൊണ്ട് ഞാൻ കാര്യമാക്കുന്നില്ല. പിന്നെ പറയാനാണെങ്കിൽ 2 PM, അതായത് ന്യൂയോർക്ക് ടൈം 2 PM എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ടൈം രാത്രി 11:30 ആണ്. 11:30 FOMC കാര്യങ്ങളൊക്കെ ഉണ്ട്. FOMC നമ്മുടെ ഫോറക്സ് മാർക്കറ്റിലെ തന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അറിയാത്തവർ ശ്രദ്ധിക്കുക. FOMC വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. സോ നല്ലൊരു വോളറ്റിലിറ്റി ആ ഒരു ടൈമിൽ എക്സ്പെക്ട് ചെയ്യുക. ഇൻട്രാഡേ ബേസിസിലുള്ള ട്രേഡുകളൊന്നും ആ ഒരു ടൈമിലേക്ക് ഞാൻ ഹോൾഡ് ചെയ്യുന്നതായിരിക്കില്ല. സ്വിംഗ് ആണെന്നുണ്ടെങ്കിലും അത്രയും കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. സോ ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം എങ്ങനെ ന്യൂസും കാര്യങ്ങളൊക്കെ ടേൺ ഔട്ട് ചെയ്യുമെന്നുള്ളത്. ഞാൻ ഈ പറയുന്ന തിയറീസും കാര്യങ്ങളും ഞാൻ ഈ പ്ലോട്ട് ചെയ്യുന്ന കീ സോൺസും എല്ലാം തന്നെ എന്താണ് ICT ബേസ്ഡ് ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സോ ഇതുപോലുള്ള ICT കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കണം, മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കറൻസി ടിപ്സിന്റെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. കറൻസി ടിപ്സ് യൂട്യൂബ് ചാനൽ എടുത്തതിന് ശേഷം പ്ലേലിസ്റ്റിൽ അവിടെ ICT ലേണിംഗ് സീരീസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. ICT കൺസെപ്റ്റ്സ് ലേണിംഗ് സീരീസ് ഇൻ മലയാളം. അപ്പോൾ അത് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഈ ലേണിംഗ് സീരീസ് ICT കൺസെപ്റ്റുകളിലുള്ള ഒരുപാട് തിയറീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതുവരെ 17 തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ആഴ്ചയിൽ 2-3 എപ്പിസോഡ് വെച്ചാണ് റിലീസ് ചെയ്യാൻ പ്ലാന്. സോ അത് കാണുക. അത് കണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിലെ ഈ ഒരു പബ്ലിക് ചാനലിലെ ഈ ഒരു പബ്ലിക് ഗ്രൂപ്പ് ഉണ്ട് നമുക്കിവിടെ, പബ്ലിക് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് വന്ന അവിടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. നമ്മൾ ഡെഫിനറ്റ്ലി റീപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേ. അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് നാളെ കറൻസി പിപ്സ് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. സൈനിങ് ഓഫ്, ഫൗസ് ഫ്രം കറൻസി പിപ്സ്.